Good morning students. Welcome to Vista's Learning. എൻ്റെ പേര് Arsha, നിങ്ങളുടെ സയൻസ് ട്യൂട്ടർ. റൈറ്റ് ടു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നതാണ് നമ്മുടെ മോട്ടോ. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചേ? നമ്മുടെ 10ലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചത്, മാഗ്നറ്റിക് ഇഫക്റ്റ് കറണ്ട്. ആ ചാപ്റ്ററിൽ നമ്മൾ എന്തായിരുന്നു നോക്കിയത്? അതായത് ആ ഭാഗത്ത് നമ്മൾ എങ്ങനെയായിരുന്നു നോക്കിയത്? നമ്മൾ മാഗ്നറ്റ് എന്താണെന്ന് നോക്കി, മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കി, അട്രാക്ഷൻ നോക്കി, റിപ്പൽഷൻ നോക്കി. പിന്നെന്താ പഠിച്ചത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നോക്കി. പിന്നെ നമ്മൾ കണ്ടു ഒരു കണ്ടക്ടർ, നമ്മൾ അതൊരു കറണ്ട് കാരിയും കണ്ടക്ടറിന് ചുറ്റും എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് തന്നെ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയോ? നമ്മൾ നോക്കാൻ പോകുന്നത് സോളിനോയിഡിനെ കുറിച്ചാണ്. സോളിനോയിഡ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ സോളിനോയിഡ് എങ്ങനെയാണ്, നമ്മൾ അതിനുള്ളിൽ ഒരു അയോൺ കോർ വെക്കുമ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് എങ്ങനെ ആക്ട് ചെയ്യുന്നുള്ളത് നോക്കി. അപ്പൊ നമുക്ക് ഇനി സോളിനോയിഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ സോളിനോയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ wounded in the shape of helix. Such coiled conductor are used to make use of magnetic effect of electricity. എന്താന്ന് മനസ്സിലായോ? അപ്പൊ സോളിനോയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പി ഇങ്ങനെ ചുരുട്ടി ഏത് ഷേപ്പിലാ? ഒരു ഹെലിക്സിന്റെ ഷേപ്പിൽ ഇങ്ങനെ ചുരുട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് സോളിനോയിഡ്. അതെന്താണ്? അത് കണ്ടക്ടർ ആണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താണ് ഇവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിസിറ്റിയുടെ യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സോളിനോയിഡിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. എന്താണ്? എ സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ wound in the shape of a helix. എന്നിട്ടോ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ സോളിനോയിഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് സോളിനോയിഡ് പിക്ചർ എങ്ങനെയാണ് നോക്കാം. എങ്ങനെയാണ് ഈ സോളിനോയിഡ് കാണാൻ നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കമ്പി ഇങ്ങനെ ചുരുട്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതെല്ലാം ഇൻസുലേറ്റഡും കൂടിയാണ്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചുരുളുണ്ടല്ലോ, ടച്ചായി ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേറ്റഡ് ആണ്. അപ്പൊ ഇതൊരു കണ്ടക്ടർ ആണ്. ഇതിലൂടെ എന്താണ് വൈദ്യുതി ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ സോളിനോയിഡിന് തന്നെ നമ്മളൊരു അയോൺ കോർ ഇൻസേർട്ട് ചെയ്യാന്ന് വെച്ചോ. അപ്പൊ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? അതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ സോളിനോയിഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഒരു സോളിനോയിഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇങ്ങനെ ചുരുട്ടി. ഇതിന്റെ ഈ നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതിനനുസരിച്ച് എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ഷൻ ആൻഡ് പൊളാരിറ്റി ഓഫ് എ കറണ്ട് കാരിങ് സോളിനോയിഡ്. ഒരു കറണ്ട് കാരിങ് സോളിനോയിഡിന്റെ ഡയറക്ഷനും അതിന്റെ പൊളാരിറ്റിയും എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണെന്ന്. അതായത് the end of the solenoid at which the current flows in the clockwise direction will be the south pole. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ ഭാഗം എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. നോക്കാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു സോളിനോയിഡ് എന്താണ്? കമ്പിച്ചുരുളാന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു എൻഡിൽ കൂടെ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ, കറണ്ട് എങ്ങനെ പോകുന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നെങ്കിൽ ആ പോൾ എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കണം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണല്ലോ. അതായത് ക്ലോക്കിന്റെ ഡയറക്ഷനിൽ, അതായത് ഇപ്പം 1 2 3 4 ഇങ്ങനെയാണ് നമ്മൾ ക്ലോക്കിൽ വരുന്നത്, 5 6. അപ്പൊ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ 1 2 3 ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ കറണ്ട് പോകുന്നെങ്കിൽ എന്താണ് നമ്മുടെ സോളിനോയിഡിന്റെ ആ ഭാഗം എന്തായിരിക്കും? സൗത്ത് പോൾ ആയിരിക്കും. ക്ലിയർ? അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിപ്സ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ക്ലോക്ക്, നമ്മൾ എന്തിനാ ക്ലോക്ക് ഉപയോഗിക്കുന്നത്? നമുക്ക് സമയം നോക്കാൻ. അപ്പൊ നിങ്ങൾ ഓർക്കുക, ക്ലോക്ക് സമയം, ടൈം നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു സമയം എന്ന് പറയുമ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട് എസ് എന്ന് ഓർക്കുക. അപ്പൊ എന്താണ് അത്? സൗത്ത് പോൾ. ഓക്കെ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ. ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഓർക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ക്ലോക്ക് വൈസിലാണെങ്കിൽ സൗത്ത് ആണ്. ഇവിടെ നോക്കുക, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടോ? ഇങ്ങനെ വരുന്നു. ഓക്കെ, ക്ലിയർ? ഇങ്ങനെ വരുന്നു, ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ക്ലോക്ക് വൈസ് ആയിട്ടാണല്ലോ, അതുകൊണ്ടാണ് അപ്പോൾ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? സൗത്ത് പോൾ ആയിട്ട്. ക്ലിയർ? ക്ലോക്ക് വൈസ് സൗത്ത് പോൾ, മറക്കരുത്. ഇനി നമുക്ക് നോക്കാനുള്ളത് the end at which the current flows in the anti clockwise direction. എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ വിൽ ബി ദ നോർത്ത് പോൾ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്താണ്? ഇത് ഡയറക്ഷൻ എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ എന്താണ്? സൗത്ത് പോൾ എന്ന് ഓർമ്മ വേണം. ആന്റി ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ എന്താണ്? നോർത്ത് പോളിനും ഓർമ്മ വേണം. ക്ലിയർ ആയല്ലോ? അപ്പൊ അതെങ്ങനെയാണ് നമുക്കൊന്ന് പിക്ചറിൽ നോക്കിയാലോ.
നോക്കാം. ഇവിടെ കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? കണ്ടോ, ഇവിടെ കറണ്ട് വരുന്നത് ഏത് ഡയറക്ഷനിലാണ്? എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്. ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ നമ്മുടെ പോൾ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും പോള്? പോള് നോർത്ത് പോൾ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്. ക്ലിയർ? ഓക്കെ, കറണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് പോകുന്നത്. നേരത്തെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിരുന്നു, ഇവിടെ എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ്. ഇവിടെ ഇപ്പൊ 12 ആണെങ്കിൽ 11 അങ്ങനെ പോകുന്നു, ആന്റി ക്ലോക്ക് വൈസ്. ക്ലിയർ? നമുക്ക് ഇനി അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്. അപ്പോൾ കറണ്ട് ക്യാരിയിങ് ചെയ്യുന്ന ഒരു സോളിനോയിഡിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. ഇപ്പൊ നമ്പർ ഓഫ് ടേൺസ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതായത് നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. ഇനി രണ്ടാമതായിട്ടോ, ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട് ഫ്ലോ. നമ്മൾ കറണ്ട് ഫ്ലോന്റെ സ്ട്രെങ്ത് കൂട്ടുക എന്ന് വിചാരിച്ചോ, അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? അതും കൂടുന്നു. ഇനി മൂന്നാമത്തത്, യൂസ് സോഫ്റ്റ് അയോൺ ആസ് ദ കോർ. നമ്മൾ സോഫ്റ്റ് അയോൺ അവിടെ നമ്മൾ ആ എന്താ പറയുക സോളിനോയിഡിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പോഴും എന്താണ് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുന്നു. അപ്പൊ ഈ 3 പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്, നമുക്ക് എങ്ങനെ ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ സ്ട്രെങ്ത് എങ്ങനെ കൂട്ടാൻ. അപ്പൊ മറക്കാതെ ഈ 3 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് അതിനെ ഇഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ്. ഓക്കെ, ബാർ മാഗ്നറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ബാർ മാഗ്നറ്റ് അതിന്റെ ഫീൽഡ് എങ്ങനെയൊക്കെയാണെന്ന്. ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് വരുന്നത്? നോർത്ത് പോളിൽ തുടങ്ങിയിട്ട് സൗത്ത് പോളിലേക്ക് വരുന്നു. ഓക്കെ, 2 പോൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇത് കമ്പയർ ചെയ്യാൻ പോയിട്ടാണ്. നമ്മൾ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ സോളിനോയിഡുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോളിനോയിഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? സോളിനോയിഡിന് നമ്മൾ കറണ്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി അതിലൂടെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താ അവിടെ നടക്കുന്നത്? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. കാണുന്നുണ്ടല്ലോ, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോൾ എന്താണ്? സൗത്ത് പോൾ. ഇവിടെ സൗത്ത് പോൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും? നോർത്ത് പോൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഇതിനെ എന്താണ്, ഈ ബാർ മാഗ്നറ്റിനെ ഈ സോളിനോയിഡിനെ കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉള്ളത് എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ കമ്പാരിസൺ ആണ്. ഫസ്റ്റ് വൺ എന്താണ്? ബാർ മാഗ്നറ്റ്. ഇപ്പുറത്തെ കോളത്തിലോ സോളിനോയിഡ്. അപ്പൊ ബാർ മാഗ്നറ്റിന്റെ കാര്യത്തിൽ ദ മാഗ്നറ്റിസം പെർമനന്റ് ആണ്. അതിന്റെ മാഗ്നറ്റിസം എന്താണ്? പെർമനന്റ് മാഗ്നറ്റിസം ആണ് ബാർ മാഗ്നറ്റിനുള്ളത്. എന്നാൽ സോളിനോയിഡിനോ ദ മാഗ്നറ്റിസം ഈസ് ടെമ്പററി ആണ്. അതായത് നമ്മൾ കറണ്ട് കൊടുക്കുന്നു അപ്പൊ മാത്രമാണ് എന്ത്? അതൊരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് അതൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളൂ. നമ്മൾ എപ്പോൾ കറണ്ട് ഓഫ് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു? അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പോകുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയാം? സോളിനോയിഡിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണ്? അത് പെർമനന്റ് അല്ല, അത് ടെമ്പററി ആണ്. നമ്മൾ എപ്പോൾ കറണ്ട് ഓഫ് ചെയ്യുന്നു അപ്പോൾ അതിന്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടുന്നു. ഇനിയോ ഈ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. സോളിനോയിഡിലോ ഇറ്റ് ആക്ട് ആസ് എ മാഗ്നറ്റ് വെൻ കറന്റ് പാസ് ത്രൂ ഇറ്റ്. കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത്? ഇതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റിലേക്ക് വന്നാലോ, ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആണ്. ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? സ്ട്രോങ് ആണ്. കാരണം നമ്മൾ കറണ്ട് കൊടുക്കുവാണല്ലോ, നമ്മൾ തന്നെയാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് എത്രമാത്രം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് എന്താണ്? ഇതിന് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആണ്. ഇതിന് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നതാ, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറവാണ്. ഇവിടെയോ സ്ട്രെങ്ത് കനോട്ട് ബി ചേഞ്ച്ഡ്. പെർമനന്റ് മാഗ്നറ്റാ, ഓൾറെഡി നിർമ്മിച്ചു വന്നിരിക്കുന്നതാ. നമുക്ക് അതിന്റെ സ്ട്രെങ്ത് എന്താ? ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ബാർ മാഗ്നറ്റിന്റെ. പക്ഷെ സോളിനോയിഡിന്റെ കേസിലോ ദ സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ കറണ്ട് ത്രൂ ഇറ്റ്. നമുക്ക് കറണ്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഉള്ളിലെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. നമ്മൾ കൂടുതൽ നല്ല ഇന്റൻസിറ്റി ആണ് നന്നായിട്ട് കറണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? അത്രമാത്രം മാഗ്നറ്റിസം ഉണ്ടാകും. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാലും എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. അപ്പൊ നമുക്ക് എന്താണ്? ഈ സോളിനോയിഡിലെ മാഗ്നറ്റിസത്തിന്റെ അതായത് അതിന്റെ സ്ട്രെങ്ത് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഈ പോയിന്റ്സ് ഓർത്ത് വെക്കുക. കമ്പാരിസൺ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക് മോട്ടർ ചില കുറെ ഉപകരണങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫാനിലൊക്കെ ഈ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. കറണ്ട് നമ്മൾ അതിലൂടെ കറണ്ട് കൊടുത്തുമ്പോൾ അത് മൂവ് ചെയ്യുന്നു. അപ്പം ആ കണ്ടക്ടറിന്റെ മൂവ്മെന്റ്, ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും. ആ കണ്ടക്ടർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ആ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് നമുക്ക് എങ്ങനെയാ നോക്കാമെന്ന് ഉള്ള ഒരു നിയമമാണ് എന്ത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈ റൂള് വെച്ചിട്ട് എന്താണ്? ആ കണ്ടക്ടർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഉണ്ടെങ്കിൽ ആ കണ്ടക്ടർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത്
നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ 3 വിരലുകൾ ഏതൊക്കെയാണ്? തമ്പ് വേണം, ഫോർ ഫിംഗർ വേണം, മിഡിൽ ഫിംഗർ. ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? മ്യൂച്വലി പെർപെൻഡിക്കുലർ. തമ്പ് വേണം, പിന്നെ എന്താണ്? ഫോർ ഫിംഗർ വേണം, മിഡിൽ ഫിംഗർ. ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. കാണുന്നുണ്ടല്ലോ? മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയി വെച്ചു. എന്നിട്ട് ഇവർ പറയാണ് ദ ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഫോർ ഫിംഗർ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിനെ. ഫോർ ഫിംഗർ റെപ്രസെന്റ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെയോ ദ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഈ മിഡിൽ ഫിംഗർ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അത് ഡയറക്ഷൻ ഓഫ് ദ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ തമ്പോ, തമ്പ് എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. അതായത് ആ കണ്ടക്ടറിന്റെ മോഷനെയാണ് എന്ത് ചെയ്യുന്നത്? തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് അവിടെ ഫോഴ്സ്, ആ മോഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് എന്താ റൂൾ എന്ന് മനസ്സിലായല്ലോ? ദ ഫോർ ഫിംഗർ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെയോ ദ മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ദ കറണ്ട്. തമ്പ് എന്ത് ചെയ്യുന്ന? ഇൻഡിക്കേറ്റ് ദ മോഷൻ ഓഫ് ദ കണ്ടക്ടർ. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ആ ലോ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനായിട്ടൊരു പിക്ചർ, അതായത് നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു തമ്പ് എന്താണ്? ആ കണ്ടക്ടറിന്റെ മോഷൻ. നമ്മളൊരു ഫോഴ്സ് കൊടുത്തു. പിന്നെ ഇവിടെയോ നമ്മുടെ ഫോർ ഫിംഗറിനെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ. പിന്നെയോ നമ്മുടെ മിഡിൽ ഫിംഗറോ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഓർക്കാം. ഫാദർ, മദർ, ചൈൽഡ് എന്ന് പറഞ്ഞ കറണ്ടിനെയാണ് റെപ്രസെന്റ്. വേണമെങ്കിൽ ഈസി ആയിട്ട് എക്സാമിന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഫാദർ, മദർ, ചൈൽഡ്. നമുക്ക് കറണ്ട് അയിന്ന് കൊടുത്തിരിക്കുന്നു, അതിന്റെ പകരം സി നമ്മൾ ഓർത്താൽ മതി. ഓക്കെ, ക്ലിയർ? ഇത് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇനി ഈ റൂൾ എങ്ങനെയാണ്, ആ കണ്ടക്ടറിന്റെ മോഷന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് നോക്കാം. അതിനായിട്ട് ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ബി എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇതിന്റെ ഡയറക്ഷൻ ആണ് ഞാൻ ആരോ വെച്ച് റെപ്രസെന്റ് ചെയ്ത്. ഞാൻ ഇവിടെ ഒരു കണ്ടക്ടർ വെക്കുവാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു കണ്ടക്ടർ വെച്ചു. ക്ലിയർ? ഓക്കെ, എന്നിട്ട് ഈ കണ്ടക്ടറിൽ എന്താണ്? ഞാൻ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പൊ ഞാൻ നോക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഈ കണ്ടക്ടർ കൊണ്ട് വെക്കുമ്പോൾ ഓൾറെഡി കറണ്ട് ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിന് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് കൂടാതെ എന്താണ്? ഞാൻ വേറൊരു മാഗ്നറ്റിക് ഫീൽഡിലും കൂടെയാണ് കൊണ്ടുവെക്കുന്നത്. ഇപ്പൊ 2 മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ 2 മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? ഒന്ന് മൂവ് ചെയ്യുന്നു. ഇതിനൊരു മോഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആ കണ്ടക്ടറിന്റെ മോഷൻ ഏത് ഡയറക്ഷനിലാണെന്നാണ് നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് കണ്ടെത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ടിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, നമ്മൾക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ 3 വിരൽസ് എടുക്കുക. എന്നിട്ട് നോക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാണ്? ഇങ്ങോട്ടേക്കാണ്. കറക്റ്റ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷനോ? ഇങ്ങോട്ടേക്ക്. കാണുന്നുണ്ടല്ലോ, കറണ്ട് എങ്ങോട്ടാണ്? മോളിലേക്ക്. മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്, ഇങ്ങോട്ട് റെപ്രസെന്റ് ചെയ്യുന്നു ഫോർ ഫിംഗർ. പിന്നെ എന്താണ്? മിഡിൽ ഫിംഗർ എന്താണ്? കറണ്ടിന്റെ ഡയറക്ഷനെ കാണിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഈ നമ്മുടെ തമ്പ് എങ്ങോട്ടാ റെപ്രസെന്റ് ചെയ്യുന്നത്? തമ്പ് ഉള്ളിലേക്ക്. ക്ലിയർ? അപ്പൊ എന്താണ്? ഇതിന്റെ മോഷൻ എങ്ങോട്ടാണ്? ഉള്ളിലേക്ക്, ബോർഡിന്റെ ഉള്ളിലേക്ക്. ഓക്കെ, ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്? ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണ്? നമ്മുടെ ഫോർ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നു. കറണ്ട് മുകളിലേക്ക്. കാണുന്നുണ്ടല്ലോ, മിഡിൽ ഫിംഗർ. നമ്മുടെ തമ്പ് എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്? ഉള്ളിലേക്ക്. അപ്പൊ കണ്ടക്ടർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? കണ്ടക്ടർ ഉള്ളിലേക്ക്. ഇത്രയേ ഉള്ളൂ. ഇത് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ, അതായത് എങ്ങനെയാണ് ആ ഉപകരണം മൂവ് ചെയ്യുന്നത്, അതിന്റെ മോഷൻ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുമില്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് അതിന്റെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് മോഷൻ ഓഫ് ദ കണ്ടക്ടർ ആണ്. ഓക്കെ, പിന്നെ എന്താണ്? ഫോർ ഫിംഗർ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ മിഡിൽ ഫിംഗറോ? മിഡിൽ ഫിംഗർ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത്രയും ഓർത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റും. ഈ ഒരു പിക്ചർ ഓർത്ത് വെക്കുക. മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്, എങ്ങോട്ടേക്കാണ് ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്തോർക്കണം? ഫാദർ, പിന്നെന്താണ് ഓർക്കേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡ് എം ആണ്. മദർ, പിന്നെന്താണ് ഇവിടെ? ചൈൽഡ്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ, നമ്മൾ ബി എന്ന് കൊടുത്തുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ,
അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? മോട്ടറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് മോട്ടർ, എന്താണ് മോട്ടറിന്റെ പ്രിൻസിപ്പിൾ, എന്താണ് മൂവിങ് ലൗഡ് സ്പീക്കർ എന്താണ്, അതിന്റെ പ്രവർത്തനം എന്താണുള്ള കാര്യങ്ങളാണ് നോക്കണം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ റൂൾ എന്താണെന്ന് നോക്കുക. ഈ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇനി മോട്ടറിന്റെ പ്രിൻസിപ്പിൾ, മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാവുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ മോട്ടറിനെ കുറിച്ചും മോട്ടറിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ബൈ.